ദൈവത്തിന്റെ ശബ്ദമായി യുദ്ധത്തിനെതിരെ സംസാരിച്ച് വീണ്ടും മാർപ്പാപ്പ. ട്രംപിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് മാർപ്പാപ്പ ഉന്നയിച്ചത്. ട്രംപിനും പീറ്റ് ഹെക്സത്ത് അവരുടെ യുദ്ധത്തിന്റെ തലവനുമെതിരെയാണ് മാർപ്പാപ്പയുടെ വിമർശനം. നിങ്ങൾ യേശുവിനെ കൂട്ടുപിടിക്കണ്ട, ദൈവത്തെ കൂട്ടുപിടിക്കണ്ട, യുദ്ധത്തിന് കർത്താവിനെ കൂട്ടുപിടിക്കണ്ട എന്ന് അതിശക്തമായ രീതിയിൽ പറയുകയും അദ്ദേഹം അപ്രതീക്ഷിതമായ രീതിയിൽ വാക്കുകൾ കടുപ്പിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൃത്യമായി കേൾക്കണം. അതായത്, നിങ്ങളുടെ കയ്യിൽ ഹാൻഡ്സ് ഫുൾ ഓഫ് ബ്ലഡ് ആണ് ഈ ലോക നേതാക്കളുടെ കയ്യിലുള്ളത്. ആ ഹാൻഡ്സ് ഫുൾ ഓഫ് ബ്ലഡ് നിങ്ങൾ മാറ്റണം. ലോക നേതാക്കളെ അതിരൂക്ഷമായി വിമർശിച്ച് മാർപ്പാപ്പ. എന്നിട്ട് എന്താണ് യേശു എന്ന് പറഞ്ഞിരുന്നുണ്ട്. യേശു ക്രിസ്തു ആരാണ്, യേശു ക്രിസ്തു എന്താണെന്ന് പോപ്പ് പറയുന്നത് നമ്മൾ കേൾക്കണം. He did not arm himself or defend himself or fight any war. യേശു ഒരു യുദ്ധവും ചെയ്തിട്ടില്ല, സ്വന്തമായി ആയുധം എടുത്തിട്ടില്ല. He revealed the gentle face of God. ദൈവത്തിന്റെ ഏറ്റവും സമാധാനത്തിന്റെ മുഖം, ജെന്റിലായ മുഖമാണ്, കരുണയുടെ മുഖമാണ് യേശു ലോകത്തിന് കാണിച്ചു തന്നത്. ഇത് പറയുന്നതിന്റെ സാഹചര്യം എന്താ അറിയാമോ? പീറ്റ് ഹെക്സത്ത് അടക്കം യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് പോരാടുന്നത്, ദൈവത്തിന് വേണ്ടിയാണ് പോരാടുന്നതെന്ന് കള്ളം പറയുകയാണ്. നമ്മുടെ നാട്ടിൽ ശ്രീരാമന് വേണ്ടിയാണ് പോരാടുന്നതെന്ന് തീവ്ര ഹിന്ദുത്വവാദികൾ പറയൂലേ, അതേപോലെ ഉള്ളൂ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാർ ദൈവത്തിന് വേണ്ടിയാണ് പോരാടുന്നതെന്ന് ആൾക്കാരെ കൊല്ലാറില്ലേ, അതേപോലെ ഉള്ളൂ. അത് ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസ്ലിമിലും ഒക്കെ ഉണ്ട്. ദൈവത്തിന് വേണ്ടി നമ്മൾ ആരെയും കൊല്ലണ്ട. നമുക്ക് തീർച്ചയായും ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കാം. അല്ലാതെ ഒരു ദൈവത്തിന് വേണ്ടി നമ്മൾ ആരെയും കൊല്ലേണ്ട ഒരാവശ്യവുമില്ല. ശ്രീരാമന് വേണ്ടിയും അള്ളാഹുവിന് വേണ്ടിയും അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് വേണ്ടിയും ഒന്നും നമ്മൾ വേറെ ആരെയും ദ്രോഹിക്കുകയോ കൊല്ലുകയോ പാടില്ല. അത് ഈശ്വരവിശ്വാസത്തെയും ആത്മീയതയും മതവിശ്വാസത്തെയും ഒക്കെ വക്രീകരിക്കലാണ്. ഇന്ന് അമേരിക്കയിൽ ട്രംപ് അടക്കമുള്ള ആൾക്കാർ, അവിടുത്തെ എക്സ്ട്രീമിസ്റ്റായ അവിടുത്തെ പ്രസംഗികൾ എല്ലാം കൂടെ വിളിച്ച് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ആ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു അർത്ഥവുമില്ല. അതൊക്കെ വെറും രാഷ്ട്രീയമാണ്, തിയേറ്ററാണ്, പൊളിറ്റിക്സ് ആണ്. ശ്രീരാമന്റെ യഥാർത്ഥ വിശ്വാസി മഹാത്മാഗാന്ധിയാണ്. പക്ഷേ ശ്രീരാമന്റെ പേര് ഇവിടെ പാവപ്പെട്ട മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നവന്മാരുണ്ടല്ലോ, അവന്മാരെ പോലെ മാത്രമേ ഉള്ളൂ അവിടുത്തെ ഈ തീവ്ര പ്രസംഗികൾ ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥ വിശ്വാസി ഇതാണ്, യഥാർത്ഥ വിശ്വാസി പോപ്പാണ്. ആ പോപ്പ് പറയുന്നത്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ ഒരു കാരണവശാലും അങ്ങനെ കൂട്ടുപിടിച്ച് യുദ്ധം ചെയ്യരുതെന്നാണ്. എന്നും ദൈവം വയലൻസ് റിജക്ട് ചെയ്യുകയാണ്, ഹിംസ റിജക്ട് ചെയ്യുകയാണ്. മഹാത്മാഗാന്ധിയുടെ, യേശു ക്രിസ്തുവിന്റെ ഒക്കെ വചനങ്ങൾ നമുക്കത് കാണാം. സ്വയം സേവ് ചെയ്യുന്നതിന്, അതായത് യേശു ക്രിസ്തു സ്വയം രക്ഷിക്കാനല്ല നോക്കിയത്, സ്വയം കുരിശിൽ കയറാൻ തയ്യാറെടുത്തിരുന്നു. എല്ലാ ചരിത്രത്തിലെ കുരിശുകളെയും നെഞ്ചിലേറ്റി യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് പോയത്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ആ വയലൻസ് നിങ്ങൾക്ക് പാടില്ല. വേറൊരുത്തനെ കൊന്ന് യേശു ക്രിസ്തുവിന്റെ ദൈവരാജ്യമോ അല്ലെങ്കിൽ സ്ഥാപിക്കണ്ട. ഇത് മനഃപൂർവ്വം യേശു ക്രിസ്തുവിനെയും ക്രിസ്ത്യൻ സിംബൽസിനെയും യൂസ് ചെയ്ത് അമേരിക്കയിലെ തീവ്ര എന്താ പറയുക യുദ്ധക്കൊതിയന്മാർ ദൈവത്തെയും കർത്താവിനെയും ഒക്കെ മിസ്യൂസ് ചെയ്യുകയാണ്. Brothers and sisters, this is our God, Jesus, King of Peace. സഹോദരി സഹോദരന്മാരെ, പോപ്പ് പറയുകയാണ്, ഇതാണ് നമ്മുടെ ദൈവം യേശു ക്രിസ്തു. അത് സമാധാനത്തിന്റെ ദൈവമാണ്, യുദ്ധത്തിന്റെ ദൈവമല്ല. ഓർക്കുക, സമാധാനത്തിന്റെ ദൈവമാണ്. ഒരു ദൈവവും യുദ്ധത്തിന്റെ ദൈവമല്ല. വാർ, യുദ്ധം റിജക്ട് ചെയ്യുക. ദൈവത്തെ യൂസ് ചെയ്ത് നിങ്ങൾ യുദ്ധത്തെ ന്യായീകരിക്കരുത്. യഥാർത്ഥ ആത്മീയ നേതാവിന്റെ വാക്കുകളാണ്, അല്ലാതെ മതം ഉപയോഗിച്ച് അന്യ സമുദായക്കാരന്റെ നെഞ്ചത്ത് കയറാൻ പഠിപ്പിക്കുന്നത് അല്ല. ദൈവം യുദ്ധം ചെയ്യുന്നവരുടെ പ്രാർത്ഥന കേൾക്കില്ല. ഓർക്കുക, മാർപ്പാപ്പയാണ് പറയുന്നത്. ദൈവം അങ്ങനെ ദൈവത്തെ കൂട്ടുപിടിച്ച് യുദ്ധം ചെയ്യുന്നവരുടെ പ്രാർത്ഥന കേൾക്കില്ല. പ്രസംഗികൾ കേൾക്കണം. അവരെ റിജക്ട് ചെയ്യും. ദൈവം പറയും, നിങ്ങൾ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല. ഇതിനെക്കാട്ടി കടുപ്പിച്ചൊരു ആത്മീയ നേതാവിന് എങ്ങനെയാണ് പറയാൻ കഴിയുക? പോപ്പിന്റെ കാലിൽ തൊട്ട് ആദരം അർപ്പിക്കുന്നു. അത് പറയാൻ ഒരു മാർപ്പാപ്പയ്ക്കേ കഴിയൂ. അത് പറയാൻ യേശു ക്രിസ്തുവിനെ മനസ്സിൽ ആവാഹിച്ച മാർപ്പാപ്പയ്ക്കോ മഹാത്മാഗാന്ധിക്കോ ഒക്കെ കഴിയൂ. നിങ്ങളുടെ കൈകൾ രക്തപങ്കിലമാണ്. നിങ്ങളുടെ കൈകളിൽ രക്തമുണ്ട്. ഇന്നസെൻസിന്റെ, കുരുന്നുകളുടെ, പാവപ്പെട്ടവരുടെ, നിഷ്കളങ്കരുടെ രക്തമുണ്ട്. ആർക്കാ പറയുന്നത്? അമേരിക്കയോടാ പറയുന്നത്. അമേരിക്കക്കാരനായ പോപ്പും കൂടെയാണ്, ഓർക്കണം. He did not arm himself or defend himself or fight any war. He revealed. അതാണ് മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ സന്ദേശം. ആ സന്ദേശത്തിന് വലിയ പിതാവിന് പ്രണാമം പറയുന്നു, പോപ്പ് ലിയോയ്ക്ക് പ്രണാമം പറയുന്നു.
കത്തോലിക്ക തിരുസഭയുടെയും ക്രിസ്ത്യൻ സഭയുടെയും ഒക്കെ മഹത്വം അദ്ദേഹം വിളിച്ചോതുന്നതാണ്. അതോടൊപ്പം മറ്റൊരു വാർത്ത ഇസ്രായേലിൽ നിന്ന് വരുന്നത്, ഇസ്രായേലിലെ IDFന്റെ തലവനാണ് സമീർ പറയുന്നു, IDF അല്ലെങ്കിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്വയം കൊലാപ്സ് ആകും, അവിടെ മാൻ പവർ ഇല്ല. യുദ്ധം ആൾക്കാരെ കൊല്ലുന്നതാണ്. ഇത് പറയുന്നത് വേറെ ആരുമല്ല, ഇത് പറയുന്നത് ടൈംസ് ഓഫ് ഇസ്രായേലിൽ കൊടുത്തിരിക്കുന്ന വാർത്തയാണ് ഞാൻ കാണിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഈ ഏതെങ്കിലും വാർത്ത ഇസ്രായേലിന്റെ എതിർത്ത് വന്ന ഉടനെ പറയും അതെല്ലാം ഇസ്ലാമിസ്റ്റുകളുടെ വാർത്തയാണെന്നൊക്കെ പറയും നമ്മുടെ ചില പ്രസംഗികളും നമ്മുടെ തീവ്ര ഹിന്ദുത്വവാദികളും ഒക്കെ. ഇസ്രായേലിലെ IDFന്റെ തലവൻ പറയുകയാണ്, ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് മാൻ പവർ ഷോർട്ടേജ്, ആൾക്കാരില്ല, യുദ്ധം ചെയ്യാൻ ആൾക്കാരില്ല, IDF കൊളാപ്സ് ചെയ്യുമെന്ന്. ഇത് 2 ജെറുസലേം പോസ്റ്റിന്റെ വാർത്തയാണ്. ജെറുസലേം പോസ്റ്റ് ഇസ്രായേലിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ജെറുസലേം പോസ്റ്റിൽ പറയുന്നു, IDFന്റെ ചീഫ് വാൺ ചെയ്യുന്നുണ്ട്, നമുക്ക്, അദ്ദേഹം സൈനികനാണ്, ആ പട്ടാള മേധാവി പറയുന്നു, നമുക്ക് ആൾക്കാർ, അതായത് യുദ്ധങ്ങൾ കാരണം ആൾക്കാർ മരിക്കുകയാണ്, എന്തിനാണ് യുദ്ധങ്ങൾ? പട്ടാളം ആവശ്യമാണ്, സമാധാനത്തിന് വേണ്ടിയാണ്, യുദ്ധത്തിന് വേണ്ടിയല്ല. അമേരിക്കക്കാർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്ന് പുനർനാമകരണം ചെയ്തതുപോലെ യുദ്ധത്തിന് വേണ്ടി ആകരുത്. ഇത് നമ്മുടെ നാട്ടിലെ ഹിന്ദു അടക്കം വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ സാമിറിന്റെ വാക്കുകൾ, അതായത് പൊട്ടൻഷ്യൽ കൊളാപ്സ് ഉണ്ടാകും, ഇസ്രായേലും യുദ്ധം നിർത്തേണ്ട സമയമായി. ജൂതന്മാരും മുസ്ലിങ്ങളും ആത്യന്തികമായ സഹോദരങ്ങളാണ്. എബ്രഹാം പിതാവിൽ എബ്രഹാമെന്നോ ഇബ്രാഹിമെന്നോ എന്ത് വിളിച്ചാലും ദൈവത്തിന്റെ പ്രവാചകനായ എബ്രഹാമിന്റെ അബ്രാമിന്റെ മക്കളാണ്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു സമാധാനം ആവശ്യമാണ്. ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ ആ അർത്ഥത്തിൽ എല്ലാവരും അല്ല, എല്ലാ ഭാഗത്തും ട്രിഗർ ഹാപ്പി ആൾക്കാരുണ്ട്. ഈ തീവ്ര സയനിസ്റ്റുകളാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മറുഭാഗത്ത് ഇതേപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാകാം. അപ്പൊ അവിടെയാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുടെയും ഇടയിൽ സാഹോദര്യം ഉണ്ടാകണം. അതിന് പോപ്പിനെ പോലെ ലോകത്തെ മുസ്ലിം നേതൃത്വവും നമ്മുടെ എല്ലാ വിഭാഗങ്ങളിലും അല്ലെങ്കിൽ ജൂത സമൂഹത്തിലെ നേതൃത്വവും അവരിലെ സമാധാനവാദികളെ കണ്ടെത്തി, അവരിലെ ഗാന്ധിയന്മാരെ കണ്ടെത്തി, അവർ നേതൃത്വം എടുത്ത് ഒരു സമാധാനം ഉണ്ടാക്കണം. ഈ യുദ്ധക്കൊതിയന്മാരുടെ കയ്യിൽ നിന്ന് നേതൃത്വം മാറണം, പകരം സമാധാനവാദികളിലേക്ക് വരണം. മുമ്പ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിമാരെ വരെ ഈ തീവ്ര സയനിസ്റ്റുകൾ വധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഗാന്ധിജിയെ ഗോഡ്സെ കൊന്നതുപോലെ. അപ്പോൾ എല്ലാ മതത്തിലുമുള്ള തീവ്ര സയനിസം തെറ്റാണ്, തീവ്ര ഹിന്ദുത്വവാദം തെറ്റാണ്, തീവ്ര ഇസ്ലാമിസം തെറ്റാണ്, തീവ്ര ക്രിസ്ത്യൻ പ്രസംഗിത്തരം തെറ്റാണ്. അപ്പോൾ നമുക്ക് സമാധാനം വേണം. അങ്ങനെ സമാധാനത്തിലേക്ക് എത്തട്ടെ. അബ്രഹാമിന്റെ പേരിൽ അല്ലെങ്കിൽ എല്ലാ പ്രവാചകന്മാരുടെയും പേരിൽ, മഹാത്മാഗാന്ധി മുതൽ എല്ലാ സമാധാനം ആഗ്രഹിച്ചതിന്റെ പേരിൽ ആ സമാധാനം ഉണ്ടാകട്ടെ. പോപ്പിന്റെ വചനങ്ങൾ ശരിയാകട്ടെ. പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.